ഈ 5 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് വേറെ ലെവലാകും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, ഹാപ്പിലി മാരീഡ്, ഹാപ്പിലി മാരീഡ്, ബാഡ്ലി ഹേർട്ട്, shabbily dressed, severely affected, and finally, utterly exhausted. So first one, I'm happily married with a kid. I'm happily married with a kid. So I'm married with a kid എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇംപ്രസീവ് ആണ് I'm happily married with a kid എന്ന്. എന്തുകൊണ്ടാണ് ഈ മാരീഡിൻ്റെ കൂടെ ഹാപ്പി വന്നത് എനിക്കറിയില്ല, ബട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, I'm happily married with a kid. നിങ്ങളുടെ വൈഫിൻ്റെ പേര് റോസ് ആണെങ്കിൽ യു ക്യാൻ സേ I'm happily married to Rose. You got it? വെറും മാരീഡ് എന്നതിനെക്കാളും ഇംഗ്ലീഷ് ഇംപ്രസീവ് ആകും എന്ത് ഹാപ്പിലി മാരീഡ് എന്ന് പറഞ്ഞാൽ. You got it? She was badly hurt in the accident. ആക്സിഡന്റിൽ സാരമായി പരിക്കേറ്റു എന്ന് പറയില്ലേ. So you can go for badly hurt. Badly hurt. Third one, shabbily dressed. He was shabbily dressed. Shabbily dressed എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിക്കാത്തെന്ന് പറയില്ലേ, അതാണ് shabbily dressed എന്ന് പറയുന്നത്. Shabbily dressed. So he was shabbily dressed at the party. പാർട്ടിയിൽ പുള്ളി വൃത്തിയായിട്ട് ഡ്രസ്സും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. You got it? And fourth one, severely affected. So this problem severely affected the system. സിസ്റ്റത്തെ നല്ല രീതിയിൽ ബാധിച്ചു. അപ്പോൾ നേരവണ്ണം ബാധിച്ചു, നല്ല രീതിയിൽ ബാധിച്ചു എന്ന് പറയണമെങ്കിൽ severely affected. For example, the strike severely affected people's life. ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. Severely affected. And finally, utterly exhausted. Exhausted എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ക്ഷീണിച്ച് നടന്നു. Very tired എന്നുള്ളതാണ്. So utterly exhausted എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ക്ഷീണിച്ചെന്ന് പറയില്ല. You can go for that. For example, I was utterly exhausted after the cleaning. ക്ലീനിങ്ങിന് ശേഷം I was utterly exhausted. ഞാൻ വളരെയധികം ക്ഷീണിച്ചു പോയി നടത്തും. ഈ എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരി ടയർഡ് നടത്തുന്നുണ്ട്, ബട്ട് utterly exhausted. ഇങ്ങനെ ഇതെല്ലാം തന്നെ വേർഡ് പാർട്ട്നേഴ്സ് ആണ്. ഇതെല്ലാം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ലാംഗ്വേജ് വേറെ ലെവലാകും. ഇത്തരത്തിൽ നിങ്ങളുടെ ലാംഗ്വേജ് വേറെ ലെവലാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണെങ്കിൽ ഡെയിലി 30 to 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ മതി. ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താം. അതല്ല, ഇനി ഓഫ്ലൈൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇടപ്പള്ളിയിലാണ് നമ്മളെ ക്യാമ്പസ് വരുന്നത്. 2 hours സ്പെൻഡ് ചെയ്യാം ഒരു ദിവസം. 7:30 മുതൽ രാത്രി 8:30 വരെ ബാച്ചുകളുണ്ട്. കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ലിങ്ക് ബയോയിലുണ്ട്. ആൻഡ് സി യു വിത്ത് അനദർ വീഡിയോ. ബൈ.